ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുക. ഒളിമ്പസിന്റെ ശുഭദാമ്പത്യം എന്നുള്ള പരമ്പരയിൽ പ്രണയവും ലൈംഗികതയും എന്നുള്ള 5ാമത്തെ പാഠത്തിൽ 4ാമത്തെ ഭാഗമാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രണയവും ലൈംഗികതയും എന്നതിന്റെ തുടർച്ച തന്നെയാണ്. ഈ പ്രണയത്തെക്കുറിച്ചുള്ള മറ്റൊരു നിരൂപണമാണ് ഇവിടെ ചെയ്യുന്നത്. അതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: റൊമാന്റിസിസം ഈസ് ആൻ ഇമാജിനറി സ്റ്റേറ്റ് ഇൻ ദ റീപ്രൊഡക്റ്റീവ് പ്രോസസ് ഓഫ് എ ബയോട്ടിക് സിസ്റ്റം. പ്രണയം സ്വയം വംശീകരണത്തിനായുള്ള ഭാവന, സ്വയം സംഘാടക സംവിധാനമായ ജീവന്റെ സ്വയം പരിചരണ പ്രവർത്തനമാണ് ചയാപചയവും വിശപ്പവും ഭക്ഷണവും ഒക്കെ. അതുപോലെ തന്നെ ഒരു ജീവൽ വ്യവസ്ഥയിൽ പ്രാധാന്യമുള്ള മറ്റൊരു സ്വയം സംഘാടന പ്രവർത്തനമാണ് സ്വയം വംശീകരണം എന്നത്. കോശങ്ങളിലും ജീവികളിലുമൊക്കെ ഈ സ്വയം വംശീകരണം സംഭവിക്കുന്നുണ്ട്. ജീവികളിലെ സ്വയം വംശീകരണ പ്രവർത്തനമാണ് പ്രത്യുൽപാദനം. പ്രത്യുൽപാദനപരമായ ഭാവനയാണ് പ്രണയമെന്ന് ഈ സാഹചര്യത്തിൽ നമുക്ക് പറയാം. ജീവനും ജീവിതവും ജീവിത മൂല്യങ്ങളും ജീവിത പ്രഭാവങ്ങളും ക്രമാനുഗതമായി വികസിച്ച് നിലകൊള്ളുന്ന മനുഷ്യ ജീവിതത്തിൽ പ്രണയത്തിന് ഒട്ടേറെ അർത്ഥതലങ്ങളുണ്ട്. എങ്കിലും പ്രണയത്തിന് അടിസ്ഥാനം പ്രത്യുൽപാദനപരമായ ചോദനയും ഭാവനയും പ്രേരണയും തന്നെ. പ്രണയ പശ്ചാത്തലത്തിലാണ് സ്ത്രീ പുരുഷന്മാർക്ക് മറ്റേത് വൈപരീത്യങ്ങൾക്കിടയിലും ഇഴചേർന്ന് നിൽക്കാൻ കഴിയുന്നത്. ഇതാണ് ഇന്നത്തെ വിഷയം. ഈ റൊമാന്റിസിസം എന്ന് പറയുന്നത് കാൽപ്പനികത എന്നുള്ളതാണ്. അത് തന്നെയാണ് പ്രണയം. പ്രണയം എന്നുള്ളത് യഥാർത്ഥത്തിലുള്ളതല്ല, അത് കാൽപ്പനികമായ ഭാവമാണ്, കൽപ്പനയാണ്, സങ്കല്പമാണ്. അപ്പോ ഈ സങ്കല്പം എന്തിനു വേണ്ടി ഉണ്ടാവുന്നത്? സാധാരണ രീതിയിലൊരു സങ്കല്പം ഉണ്ടാകുന്നത്, പ്രകൃതിയിൽ സങ്കല്പം ഉണ്ടാകുന്നത് കൽപ്പമാക്കാൻ വേണ്ടിയാണ്. ഒരു കാര്യത്തെ മൂർത്തവൽക്കരിക്കാൻ വേണ്ടിയാണ് സങ്കല്പം ഉണ്ടാകുന്നത്. മൂർത്തമാകാത്തതിനെ മൂർത്തവൽക്കരിക്കാൻ വേണ്ടി ആദ്യമേ ഉണ്ടാകുന്നത് സങ്കല്പമാണ്. അപ്പോ സ്വയം വംശീകരണത്തിന് വേണ്ടിയുള്ള, റീപ്രൊഡക്റ്റീവ് പ്രോസസ്സിന് വേണ്ടിയുള്ള ഒരു ബയോട്ടിക് സിസ്റ്റത്തിന്റെ, ഒരു ജീവ സംവിധാനത്തിന്റെ കാൽപ്പനികമായ രൂപീകരണ പ്രക്രിയയാണ്, ഭാവനയാണ് പ്രണയം എന്നാണ് നമ്മളിവിടെ പറയുന്നത്. പ്രണയം സ്വയം വംശീകരണത്തിന്റെ ഭാവന. സ്വയം വംശീകരണം എന്ന് പറയുന്ന ഒരു പ്രോസസ്സിനെ നമുക്കറിയാം. സ്വയം സംഘാടക സംവിധാനമായ ജീവന്റെ സ്വയം പരിചരണ പ്രവർത്തനമാണ് ചയാപചയവും വിശപ്പും ഭക്ഷണവും ഒക്കെ. ഇപ്പൊ ജീവന് വിശപ്പുണ്ടാകേണ്ടതുണ്ട്, ഭക്ഷണം വേണ്ടതുണ്ട്, ചയാപചയം വേണ്ടതുണ്ട്, നമുക്കറിയാം അല്ലെ? ചയാപചയത്തിന് സപ്പോർട്ട് ചെയ്യുന്നതാണ് വിശപ്പും ഭക്ഷണവും ഒക്കെ. അപ്പോ സ്വയം പരിചരണം ആണ് ഇത്. അതായത് സ്വയം സംഘാടക സംവിധാനമാണ് ജീവൻ. അതായത് സ്വയം സംഘടിക്കും, സ്വയം പരിചരിക്കും, സ്വയം വംശീകരിക്കും, സ്വയം സംരക്ഷിക്കും, ഇതെല്ലാം ചെയ്യും. അതിന്റെ സ്വയം പരിചരിക്കാനുള്ള ശേഷിയാണ്, സ്വയം പരിചരിക്കുന്ന പ്രവർത്തനമാണ് ചയാപചയം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ജീവൽ വ്യവസ്ഥയിൽ പ്രാധാന്യമുള്ള മറ്റൊരു സ്വയം സംഘാടക പ്രവർത്തനമാണ് സ്വയം വംശീകരണം എന്നുള്ളത്. ഈ സത്ത നിലനിന്ന് പോകണമെങ്കിൽ സ്വയം വംശത്തെ ഉണ്ടാക്കണം. ആ സ്വയം വംശീകരണ പ്രവർത്തനമാണ് ജീവന്റെ മറ്റൊരു സ്വഭാവം. കോശങ്ങളിലും ജീവികളിലും ഒക്കെ ഈ സ്വയം വംശീകരണം സംഭവിക്കുന്നുണ്ട്. അതായത് ആദികോശം മുതൽ പരമമായ പ്രപഞ്ചം വരെയും ഇങ്ങനെ സംഭവിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ ഭൂമി ഇപ്പൊ സ്വയം വംശീകരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അതിന് മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു മാനം ഉണ്ടായിരിക്കും പ്രകൃതിയിൽ, നിങ്ങൾക്കത് അറിയില്ല. അപ്പോ ഈ സ്വയം വംശീകരണ പ്രവർത്തനം എന്നുള്ളത് എന്താണെങ്കിലും കോശങ്ങളിൽ സംഭവിക്കുന്നുണ്ട്, സത്തകളിൽ സംഭവിക്കുന്നുണ്ട്. ഇപ്പോ പേശികളിൽ സംഭവിക്കുന്നുണ്ടോ? ഇല്ല. പേശികൾ കൂടുതൽ പേശികളെ ഉണ്ടാക്കുന്നില്ല, കോശങ്ങൾ അത് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ തലങ്ങളിലും ആ സ്വയം വംശീകരണം സംഭവിക്കില്ല. സ്വയം വംശീകരണം ചില ഇടങ്ങളിൽ സംഭവിക്കും. അങ്ങനെ ഒന്നാണ് ഈ കോശങ്ങളിലും ജീവികളിലും ഈ സ്വയം വംശീകരണം സംഭവിക്കുന്ന അല്ലെങ്കിൽ ആ മൾട്ടിപ്പിൾസ് ഉണ്ടാക്കുന്ന റീപ്രൊഡക്ഷൻ എന്നുള്ള ആ ഒരു പ്രോസസ്. ഈ പ്രോസസ്സിനെ നമ്മൾ റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രത്യുൽപാദനം എന്ന് തന്നെയാണ് വിളിക്കുന്നത്. ആ പ്രത്യുൽപാദനം സംഭവിക്കണമെങ്കിൽ, പ്രത്യുൽപാദനം നടക്കണമെന്ന രീതിയിലുള്ള ആദിസങ്കല്പം ഉണ്ടായിരിക്കണം. കൽപ്പം ഉണ്ടാകാനുള്ള
ഭാവന, ചിത്രീകരണം ഉണ്ടായിരിക്കണം. അതാണ് ഇമാജിനറി എന്ന് പറഞ്ഞത്. ഇമാജിനറി ആയിട്ട് ഒരു സംഭവം അവിടെ ഉണ്ടാകുമ്പോഴാണ് അത് മൂർത്തവൽക്കരിക്കപ്പെടുന്നത്. അങ്ങനെ പ്രത്യുൽപാദനത്തിന് വേണ്ടിയുള്ള പ്രാഥമിക മൂർത്തീകരണമാണ് പ്രണയം എന്ന് നമുക്ക് പറയാം. കാരണം പ്രണയത്തിന് നമുക്ക് പല വിധത്തിലുള്ള വ്യാഖ്യാനങ്ങളുണ്ട്. പ്രത്യേകിച്ചും ജീവനും ജീവിതവും ജീവിത മൂല്യങ്ങളും ജീവിത പ്രഭാവങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ള ഒരു മനുഷ്യ രൂപത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ആദ്യം ജീവനുണ്ടായി, പിന്നെ അതിൽ നിന്നും ജീവിതമുണ്ടായി, ജീവിതം ഉണ്ടായപ്പോൾ അതിന് ജീവിത മൂല്യങ്ങൾ ഉണ്ടായി, ജീവിത മൂല്യങ്ങൾ ഉണ്ടായപ്പോൾ അതിന് ഒട്ടേറെ പ്രവർത്തനങ്ങളും പ്രഭാവങ്ങളും ഉണ്ടായി. അപ്പൊ ഇങ്ങനെ ഓരോന്നും ഉണ്ടായി കഴിയുമ്പോൾ അവിടെയെല്ലാം നമ്മൾ ഈ പ്രണയം എന്നുള്ള ആ പദത്തെ കാണുന്നുണ്ട്. ഇപ്പോ വിശപ്പ്, ജീവിക്കാനുള്ള അഭിനിവേശം തുടങ്ങിയതിനെ നമുക്ക് പ്രണയം എന്ന് വിളിക്കാം. ജീവിതത്തില് നമുക്ക് മുൻപോട്ട് നയിക്കുന്ന പല കാര്യങ്ങളോടുമുള്ള അഭിനിവേശത്തെ പ്രണയം എന്ന് വിളിക്കാം. അതുപോലെ തന്നെ ജീവിത മൂല്യങ്ങളിൽ നമുക്ക് പ്രണയം ഉണ്ടായിരിക്കും. അതാണ് ആദർശങ്ങളായിട്ടൊക്കെ നിൽക്കുന്നത്. അതുപോലെ ജീവിത പ്രഭാവങ്ങൾ, നമ്മുടെ ജീവിത പ്രവർത്തനങ്ങളിലുള്ള പല ഘട്ടങ്ങളിലും നമുക്ക് പലതിനോടും അഭിനിവേശം ഉണ്ടാവും. ഈ അഭിനിവേശങ്ങളെല്ലാം തന്നെ സങ്കല്പങ്ങളാണ്. കല്പമാകാൻ വേണ്ടി ഭൗതിക രൂപമാകാൻ വേണ്ടി ഉണ്ടാകുന്നവയാണ്. അപ്പോ അങ്ങനെ സങ്കല്പമാകുന്നവയെല്ലാം തന്നെ പ്രണയങ്ങളാണ്. നമുക്ക് സ്ഥലത്തോട് പ്രണയമുണ്ടാവാം, വസ്തുക്കളോട് പ്രണയമുണ്ടാകാം, ആശയങ്ങളോട്, സാഹചര്യങ്ങളോട് പ്രണയമുണ്ടാകാം. അപ്പൊ ആ തരത്തിലൊക്കെ മനുഷ്യകുലത്തിൽ അത് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. പക്ഷേ മനുഷ്യന്റെ ആ റോ ആയിട്ടുള്ള പ്രണയം എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അതിന്റെ ഒറിജിനൽ ഫോമിലുള്ള പ്രണയം എന്ന് പറയുന്നുണ്ടല്ലോ, അത് പ്രത്യുൽപാദനപരമായ ചോദനയിൽ നിന്നും ഉണ്ടാകുന്നതാണ്. പ്രത്യുൽപാദനപരമായ ഭാവനയിൽ നിന്നും ഉണ്ടാകുന്നതാണ്. ആ പ്രത്യുൽപാദനപരമായ പ്രേരണയിൽ നിന്നും ഉണ്ടാകുന്നതാണ്. ഇതാണ് പ്രണയം എന്ന് പറയുന്നത്. അതായത് ആദ്യം ഇതൊരു സങ്കല്പമായി വരുന്നു. സങ്കല്പമെന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ എതിർപക്ഷത്തിലുള്ള, എതിർ ലിംഗത്തിലുള്ള ഒന്നിനോടുള്ള ഒരു അഭിനിവേശം എന്ന രീതിയിൽ ഉണ്ടാവുന്നു. ആ അഭിനിവേശം എന്നുള്ളത് മൂലാധാരത്തിൽ നിന്നും ഉണരുന്ന ആ ഒരു ഊർജത്തിൽ നിന്നും ഉദിക്കുന്നതായിരിക്കാം. പക്ഷെ ആ അർത്ഥത്തിൽ നേരെ കയറി ലൈംഗികത ചെലുത്തുക എന്നുള്ള രൂപത്തിലല്ല ഇതിന്റെ ക്രമീകരണം. ആദ്യം എനിക്ക് എന്റെ എതിർപക്ഷത്തുള്ള, എതിർ ലിംഗത്തിനോടുള്ള ഒരു അഭിനിവേശം ഉണ്ടാവേണ്ടതുണ്ട്. ആ അഭിനിവേശത്തിൽ ഞാൻ ആ പ്രത്യുൽപാദന പ്രക്രിയയിലേക്ക് കടക്കുവാനുള്ള പ്രേരണ ഉണ്ടാകേണ്ടതുണ്ട്. അപ്പൊ അതിനിടയിൽ എനിക്ക് എന്റെ ഇണ എന്നതിനോട് ചേർന്ന് നിൽക്കാനുള്ള മാനസികമായ പൊരുത്തം ഉണ്ടാകണം, മാനസികമായ അനുരൂപനം ഉണ്ടാകേണ്ടതുണ്ട്. അതിന് എനിക്ക് ഇഷ്ടങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്, ഇഷ്ടങ്ങൾക്കുള്ള പ്രേരണകൾ ഉണ്ടാകേണ്ടതുണ്ട്, കാരണങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. ഇവയെല്ലാം ചേർത്തുകൊണ്ടാണ് പ്രണയം ഉണ്ടാകുന്നത്. ഇങ്ങനെയൊന്നും ഉണ്ടായി അതിന് ഞാൻ അഭിമുഖമായി കഴിയുമ്പോൾ, എന്റെ എതിർലിംഗത്തോട് അഭിമുഖമായി കഴിയുമ്പോൾ ആ ആഭിമുഖ്യത്തിൽ നിന്നാണ് ഇണ എന്നുള്ള സങ്കല്പത്തിലേക്ക് നമ്മൾ എത്തുന്നത്, ഇണചേരൽ എന്നുള്ള പ്രതിഭാസത്തിലേക്ക് നമ്മൾ എത്തുന്നത്. ആ ഇണചേരലിൽ നിന്നാണ് നമുക്ക് പ്രത്യുൽപാദനം എന്നുള്ള പ്രക്രിയ സംഭവിക്കുന്നത്. അപ്പോ ഇതിനു വേണ്ടി പ്രകൃതി ഒരുക്കിയ സവിശേഷമായ സുന്ദരമായ ഒരു യാത്രയാണ് ഈ പ്രണയം എന്നുള്ള ഭാവനയിലൂടെ സംഭവിക്കുന്നത്. ഈ പ്രണയ പശ്ചാത്തലത്തിലാണ് സ്ത്രീ പുരുഷന്മാർക്ക് മറ്റേത് വൈപരീത്യങ്ങൾക്കിടയിലും ഇഴചേർന്ന് നിൽക്കാൻ കഴിയുന്നത്. ഒരുപാട് കോൺഫ്ലിക്റ്റുകൾ പുരുഷനും സ്ത്രീക്കും ഇടയിൽ ഉണ്ടാവും, ഇണകൾക്കിടയിൽ ഉണ്ടാവാം. അതിനിടയിലും ഈ പ്രത്യുൽപാദനപരമായ ഈ ഒരു ചേർച്ചയ്ക്ക് വേണ്ടിയാണ് ഈ പ്രണയം എന്നുള്ളത് നൽകിയിട്ടുള്ളത്. പ്രത്യുൽപാദനം എന്നുള്ള അവസ്ഥ കഴിയുമ്പോഴും ഇവ തമ്മിലുള്ള ആ വ്യവസ്ഥകൾ തമ്മിലുള്ള പശിമ, ആ ഗ്ലൂവോൺ പ്രവർത്തിക്കുന്നതും കേവലം ലൈംഗികതയിലല്ല, അത് പ്രണയത്തിലാണ്. അപ്പോ ഇവർക്കിടയിലുള്ള ആ പരസ്പര ബന്ധത്തെ നിലനിർത്തുവാനായിട്ടാണ് പ്രണയം സ്നേഹത്തിന്റെയും കരുതലിന്റെയും വാത്സല്യത്തിന്റെയും ഒക്കെ രൂപത്തിൽ ഉണർന്ന് ഭാവങ്ങളൊക്കെ കാണിച്ച് അങ്ങനെ നിൽക്കുന്നത്. അപ്പൊ അതിലൂടെയാണ് ഈ വ്യവസ്ഥ എന്നുള്ള സംഭവം, വ്യവസ്ഥയുടെ ആ ഗ്ലൂ നഷ്ടപ്പെടാതെ അല്ലെങ്കിൽ അതിന്റെ പശിമ നഷ്ടപ്പെടാതെ ചേർന്ന് നിന്നു പോകുന്നത്. ആ ചേർന്ന് നിൽപ്പാണ് കുടുംബത്തിന്റെ അടിസ്ഥാനം. അപ്പോ പ്രണയം എന്നത് കേവല ലൈംഗികതയുടെ ഒരു ആവിഷ്കാരമാണെങ്കിൽ പോലും കുടുംബം എന്നുള്ള വ്യവസ്ഥയെ നിലനിർത്താനുള്ള ഗ്ലൂവോണാണ് പ്രണയം. ലൈംഗിക ചോദന ഇല്ലാത്തപ്പോഴും, ലൈംഗിക ചോദന ശാരീരികമായി നടപ്പിലാക്കാനുള്ള ആ ശേഷി നഷ്ടപ്പെട്ടാൽ പോലും ഈ പ്രണയമുണ്ടെങ്കിൽ കുടുംബം എന്നുള്ള വ്യവസ്ഥ നിലനിൽക്കുക ചെയ്യും. അത്രയേറെ സവിശേഷമായ രീതിയിലാണ് പ്രകൃതി ഇവയെല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പോ അത് തന്നെയായിരിക്കും കുടുംബത്തിന്റെ അടിസ്ഥാനം. അതുണ്ടായിരിക്കണം കുടുംബത്തിൽ. അതില്ലാതെ പോയാൽ കുടുംബം എന്നുള്ളത് ശിഥിലമായി പോകും. അപ്പോ പ്രണയവും ലൈംഗികതയും എന്നുള്ളതിലെ പ്രണയത്തിന്റെ ഈ ഒരു കാൽപ്പനിക തലം
നിലനിർത്തി കൊണ്ടുപോകുവാൻ നമുക്കെല്ലാവർക്കും ശ്രദ്ധയുണ്ടാകണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.